ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വിവാദമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്. ബിക്കോസ് എബ്രഹാം മാത്യു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു ഫോൺ കോൾ ആയിരുന്നു അത്രയും വിവാദമായിട്ട് നിന്നത്. ശരിക്കും എന്താ ചേട്ടാ സംഭവിച്ചത്? അത് റിവ്യൂ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി. സ്വാഭാവികമാണ്, എനിക്ക് സിനിമ വർക്കായിട്ടില്ല, അപ്പോൾ ഒരു നെഗറ്റീവ് ആണ് അതിൽ കൂടുതലായിട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ അത് കേട്ടു. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ബാക്കി ഇതിനു മുമ്പ് തന്നെ അതിന് ശേഷം എന്നെ വിളിച്ച ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതിലൊരു ജെന്യൂനിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാര്യം നെഗറ്റീവ് റിവ്യൂ ഇട്ട് എല്ലാവരും ഒന്നും അവർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ പേരും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു കൺഫ്യൂഷൻ്റെ പുറത്താണ്. ഒരു ജെന്യൂൻ കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ ഇനി അവരൊരുപാട് ഉപദ്രവിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടും അത് നമ്മുടെ പരിപാടി അല്ലാത്തതുകൊണ്ട്. നെഗറ്റീവ് റിവ്യൂ ഇട്ടതുകൊണ്ട് മാത്രമാണോ വിളിച്ചത്? നെഗറ്റീവ് റിവ്യൂവിൻ്റെ കൂടെ ഈ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാര്യം അബ മൂവീസിൻ്റെ ഇതിന് മുൻപും സിനിമകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വിമർശിച്ച സിനിമകളുണ്ടായിട്ട് എനിക്കൊന്ന് സ്റ്റാർ, പിന്നെ ജയറാമിൻ്റെ ഏതൊരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടാണ് റിവ്യൂ ഇടുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോ ഈവൻ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ശ്രമം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയില്ല. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു മിസ്റ്റേക്ക്, എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ അതിൻ്റെ ജെന്യൂനിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ചേട്ടൻ എന്താ ഒരു തെറ്റിദ്ധാരണയായിട്ട് ഫീൽ ചെയ്തത്? എന്ന് വെച്ചാൽ അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുകൊണ്ടാണല്ലോ സിനി ഫയൽ എന്ന് പറയുന്ന പേരും പിന്നെ ഫേസ്ബുക്കിൽ റിവ്യൂ എഴുതിയിടുന്ന ഏതൊക്കെയോ പ്രൊഫൈലുകളോ ഗ്രൂപ്പുകളോ ഒക്കെ ആയിട്ട് പുള്ളിക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് അവരുടെ. അത് ഈ സിനിമ പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് കൂടുതലും ക്ലാരിഫൈ ചെയ്യേണ്ടത് അവരുടെ ഭാഗത്തു നിന്നാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? കാര്യം ഇത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അയാൾ അഭിപ്രായം പറയുമ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തുക, തെറി വിളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷൻ വരണം. അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരിട്ട് ക്ലാരിഫിക്കേഷൻ വരണം. ചേട്ടന് ജെന്യുവിൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് വീണ്ടും അതൊരു വ്ളോഗായിട്ട് ചെയ്തില്ലായിരുന്നു? അത് ഈ കൺവിൻസ് ചെയ്യുന്നതിന് മുമ്പാണ്. പിറ്റേ ദിവസമാണ് ശരിക്കും അന്ന് ആ കോള് വന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്തു, ഞാൻ കിടന്നുറങ്ങി. കാര്യം ഇത് 4 പേര് അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് നാളെ എന്തെങ്കിലും എന്നെ നാളെ ആക്രമിച്ചു കഴിഞ്ഞാലും പ്രൂഫ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു കാര്യം കൊണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങി. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒരുപാട് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച റിലീസായിട്ടുള്ള സിനിമകളൊന്നും റിവ്യൂ ഇട്ടില്ല. കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ഫോൺ കോൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഹൈഡ് ചെയ്തത്. കാര്യം അത് ഒരുപാട് റീച്ച് കിട്ടിയ ആ വീഡിയോ ഇനി ഒരുപാട് റീച്ചിലേക്ക് അത് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഈ പറയുന്ന റീച്ച് എന്ന് പറയുന്നൊരു പോസിറ്റീവ് സാധനം ഉള്ളപ്പോഴും നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഒരു കൂട്ടം ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അവരുടെ ഇമേജിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നൊരു ഉദ്ദേശം നടന്നു. അപ്പോൾ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കിട്ടുമ്പോൾ പിന്നെ ഞാൻ അതുമായിട്ട് അധികം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഈ റിവ്യൂ അല്ല, ഈ ഫോൺ കോളിൻ്റെ വോയിസ് റെക്കോർഡ് ഇട്ടതിന് ശേഷമാണോ പിന്നീട് വീണ്ടും ഫോൺ കോളുകൾ വന്ന് ഇത് ക്ലാരിറ്റി ആയത്? അതെ, ഫോൺ കോളിൻ്റെ വീഡിയോ റെക്കോർഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് ഫോൺ കോൾസ് വരുന്നത്. അത് ചേട്ടൻ ആ റിവ്യൂ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. റിവ്യൂ ഞാൻ ആ ഫോൺ കോളിൽ, അതായത് റിവ്യൂ നാട്ടുകാരെ കാണിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റിവ്യൂ ഇട്ട ഒരു റിവ്യൂവർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് അതേത് ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഞാൻ പറഞ്ഞത് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാം, പക്ഷേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് അപ്ലോഡ് ചെയ്തത്. കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ സമ്മതമില്ലാതെ നമുക്ക് ഫോൺ കോൾസ് പബ്ലിക്കാക്കാൻ പറ്റും. അതെ അതെ ചേട്ടാ, ഈ റിവ്യൂസ് എന്ന് പറയുന്നത് മീൻസ് നെഗറ്റീവ് പറഞ്ഞാൽ അത് പ്രശ്നമാവും, പോസിറ്റീവ് പറഞ്ഞാൽ അത് നല്ല കാര്യം, അങ്ങനെ ഒരു ആണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരല്ല, സിനിമക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, അത് സിനിമേനെ നെഗറ്റീവായിട്ടും വിമർശിക്കുന്ന ആളുകളും ഉണ്ടാവണം. എന്നാലാണ് നാളെ ഇവരുടെ ഭാഗത്തുനിന്ന് സിനിമകളുണ്ടാകുമ്പോൾ കുറച്ചുകൂടി നല്ല സിനിമകളാവുള്ളൂ. കാര്യം ഇപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ജനങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറേ തല്ലിപ്പൊളി പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. തല്ലിപ്പൊളിയും തന്നെ പറയണം, അങ്ങനത്തെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ആ ടൈപ്പ് സിനിമകൾ മുമ്പ് ഇറങ്ങിയപ്പോൾ അന്ന് അതിനെ ആരും വിമർശിക്കാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വിമർശിക്കുന്നത്. അപ്പോൾ നാളെയും അത് ആവർത്തിക്കാതിരിക്കട്ടെ. വിമർശിക്കാൻ ആളുള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ രക്ഷിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇതിൽ പാരലലി നടക്കുന്നുണ്ട്. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് മാറിയേക്കുവാണ്. റിവ്യൂ കണ്ടിട്ടാണ് ഓരോ ആൾക്കാർ ഇന്ന സിനിമ കൊള്ളാം അത് പോയി കാണാം, അല്ലെങ്കിൽ ഇന്ന സിനിമ കൊള്ളത്തില്ല അതുകൊണ്ട് കാണണ്ട എന്നൊരു നിലപാടിലെത്തുന്നത്. അതുകൊണ്ട് അതിനെങ്ങനെ യോജിക്കുന്നത്? അത് പൂർണ്ണമായിട്ട് ഞാൻ അതിനെ അങ്ങനെ അംഗീകരിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇന്നലെ ഒരു തമിഴ് സിനിമ കാണാൻ പോയി, അത് ഹൗസ്ഫുൾ ആയിട്ടൊരു തിയേറ്ററിൽ ഇരുന്നാൽ കണ്ട്. ഇന്നലെ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്, വെള്ളിയാഴ്ച റിലീസായ സിനിമ ഞായറാഴ്ച ഞാൻ ഹൗസ്ഫുൾ ആയിട്ടിരുന്ന് കണ്ട്. ഞാൻ റിവ്യൂ അപ്ലോഡ് ചെയ്യുമ്പോൾ 2 പേരെ അതിന് റിവ്യൂ ഇട്ടിട്ടുള്ളൂ. അതിലും ഈ പറയുന്ന ഒരു പോപ്പുലർ റിവ്യൂവർ എന്ന് പറയുന്ന ആരും അത് ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ആ സിനിമ എങ്ങനെ ഹൗസ്ഫുള്ളായിട്ട് ഓടി? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആളുകൾ ട്രെയിലർ കണ്ടും പുറത്തിറങ്ങുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടും ആളുകൾ തീരുമാനിച്ചു. അതിനൊരു റിവ്യൂവർ വേണമെന്നില്ല.
അപ്പം ഞാൻ റിവ്യൂ ചെയ്തിട്ട് ആ ഫസ്റ്റ് ഡേ ആ സിനിമ മോശമാണെന്ന് പറഞ്ഞാലും ഞായറാഴ്ച അത് ഹൗസ്ഫുൾ വരും. കാര്യം അത് നല്ല സിനിമയാണ് എന്ന് പറയുന്ന പോലത്തെയാണ്. അതിനെ അത് ആ സെൻസിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ റിവ്യൂ ചെയ്യുന്നവർക്ക് പൈസ കൊടുത്തിട്ട് ഇന്ന നല്ലൊരു പോസിറ്റീവ് റിവ്യൂ ചെയ്യൂ എന്ന് പറയുന്ന രീതിക്കുള്ള ചില കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേട്ടൻ എങ്ങനെയാണ്? ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ അഭിനയിച്ചൊരു സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോസിറ്റീവ് പറഞ്ഞു. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ പോയി കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ എന്നെ മാർക്ക് ചെയ്യും, ഇവൻ കള്ളത്തരമാണ് പറയുന്നത് അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ടാണ് പറയുന്നത്. നാളെ മുതൽ എൻ്റെ വീഡിയോ കാണുന്നവരുടെ എണ്ണം കുറയും. അപ്പോൾ നാളെ വേറെ ആരും എനിക്ക് പൈസ തരാനും പോകുന്നില്ല. മാത്രമല്ല എൻ്റെ റിവ്യൂ നിങ്ങൾ കാണുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന പൈസയും എനിക്ക് നഷ്ടമാവുക. അപ്പം ഞാൻ എൻ്റെ നിലനിൽപ്പ് നശിപ്പിക്കാൻ നോക്കുമോ അതോ ഇപ്പം കിട്ടുന്ന ചില്ലറ പൈസയ്ക്ക് വേണ്ടി? അങ്ങനെ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്നവരുണ്ടല്ലോ. എൻ്റെ അറിവിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവണം, അല്ലാതെ ഇതിന് പ്രൊഡ്യൂസേഴ്സിന് ഇത്രയും പ്രശ്നം കാര്യമില്ലല്ലോ. അപ്പോൾ അത് എവിടെയാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ്, ആരാണ് അത് ചെയ്യുന്നതെന്ന് സിനിമാക്കാരാണ് തുറന്നു പറയുന്നത്. കാര്യം പല പ്രൊഡ്യൂസേഴ്സും നമ്മളെ വിളിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ ആ സിനിമയുടെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണോ നെഗറ്റീവ് പറയുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരും എവിടെയോ പൈസ കൊടുത്ത് നെഗറ്റീവ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയെ നശിപ്പിക്കുന്നത് സിനിമാക്കാർ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയിപ്പിച്ചും മറ്റേ കളക്ഷൻ പെരുപ്പിച്ചും കുറച്ചും കാണിച്ചൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സിനിമാക്കാർ തന്നെയാണ്. അവരാദ്യം സ്വന്തമായിട്ട് നന്നായി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഈ പറയുന്നതിനെ ഒരു അപ്രിസിയേഷനായിട്ടും അല്ലെങ്കിൽ നല്ലൊരു വിമർശനമായിട്ടും എടുക്കാൻ അവർക്ക് പറ്റും. ഇത് ഈ അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റിന് വേണ്ടി അപ്പുറത്തുള്ള സിനിമകളെ നശിപ്പിച്ച് നമുക്ക് കയറിപ്പോകണമെന്ന് വിചാരിക്കുന്ന പ്രൊഡ്യൂസേഴ്സും സിനിമാ പ്രവർത്തകരും ഉണ്ട്. അതും ജനങ്ങൾ അറിയേണ്ടതാണ്. അതെ, നമ്മൾ സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറയുമ്പം ജെന്യൂനായിട്ട് എന്തെങ്കിലും പറയുന്ന കാര്യം അത് അവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം. കാര്യം അവർ വിചാരിച്ചേക്കുന്നത് നമ്മൾ കാശ് കൊടുത്ത് നെഗറ്റീവ് പറയിച്ച പോലെ നമ്മുടെ സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയാൻ അപ്പുറത്ത് ആരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഒരു പടം നന്നായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടാൽ അപ്പുറത്തെ സിനിമാക്കാർ കുറേ നമ്മളെ പ്രൊമോട്ട് ചെയ്തു. അതാണ് അതിലൊരു പ്രശ്നം. ഓക്കെ, താങ്ക് യു കേട്ടോ.